കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വർക്ക്ഷോപ്പിൽ ഈ മുജീബ് റഹ്മാൻ ഒരു കാർ കൊണ്ടുവന്നത്, അത് കംപ്ലൈന്റ് ആണ്, ഇത് ശരിയാക്കി തരണം, അതുവരെ ഓടിക്കാൻ പകരം ഒരു വാഹനം തരുമോ എന്ന് ചോദിക്കും. ഗദ്ദാഫി എന്ന് പറയുന്ന ഈ വർക്ക്ഷോപ്പിന്റെ ഉടമ തൽക്കാലത്തേക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ആ കാർ എവിടെ പോയെന്ന് മഷിയിട്ട് നോക്കിയിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഒരുപാട് ശ്രമഫലമായി ഈ കാർ ഉള്ള സ്ഥലം കണ്ടെത്തുന്നു. അവിടേക്ക് ഈ വർക്ക്ഷോപ്പ് ഉടമയും കൂട്ടുകാരും ചെല്ലുന്നു. അവിടെയാണ് വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ കാർ തന്റേതാണ്, താൻ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുജീബ് റഹ്മാൻ ഒരു പരാതി കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാർ കൊടുത്തുവിട്ട ഗദ്ദാഫിയും ഒപ്പമുള്ളവരും പ്രതിയാകുന്ന വിധത്തിൽ കേസ് വരും. ഇത്തരത്തിലാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലിൽ ഗദ്ദാഫി വ്യക്തം.